ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ്ചറാണ്. അപ്പം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ 1 കപ്പ് ബേസൻ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇപ്പം ഞാനതൊന്ന് കുഴയ്ക്കാൻ പോവാണ്. 2 ടൈപ്പിലാണ് കുഴയ്ക്കേണ്ടത്. ഒന്ന് നല്ല ലൂസായിട്ട് ദോശയുടെ പരുവത്തിലുള്ള മാവായിട്ടും, പിന്നെ ഒന്ന് നല്ല കട്ടിയായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ പരുവത്തിലുള്ളതൊന്ന് കുഴക്കട്ടെ. ഞാനിപ്പോൾ ഇതേ ഒന്ന് ചപ്പാത്തിയുടെ പരുവത്തിലും ഒന്ന് ദോശമാവിൻ്റെ പരുവത്തിലാണ് കുഴച്ച് വെച്ചേക്കുന്നത്. ഇതിനകത്ത് 1 കപ്പ് പൊടിയാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ. 1 കപ്പ് പൊടിക്കകത്ത് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞളും. ഇച്ചിരി കളർ ഇരുന്നോട്ടേന്ന് എഴുതിയിട്ടാണ് ഞാൻ മഞ്ഞളിട്ടത്. രണ്ടും അതുപോലെ തന്നെ. ഇനി ബാക്കിയുള്ള ഐറ്റംസ് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്കൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഞാനിത് കുഴച്ച് വെച്ചത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുവാണേ. ഇതിൻ്റെ മറ്റേ പ്രസ് ചെയ്യണമില്ല, അതൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാനിത് ഫില്ല് ചെയ്യാൻ പോവുകയാണേ. ഇതിനകത്തേക്ക് ഞാനത് വെച്ചു. ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഞാനൊരു പ്ലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മീതയിൽ വെച്ചിട്ടുണ്ടേ. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇതൊന്ന് ലോക്ക് ചെയ്തേക്കട്ടെ കേട്ടോ. പിന്നെ അതിൻ്റെ എണ്ണ ഒരു ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായെന്ന് നോക്കട്ടെ കേട്ടോ. അത്രയ്ക്ക് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് വയ്ക്കാം. അപ്പം ഞാനിത് ഇടാൻ പോവാണേ ഇതിനകത്തേക്ക്. പകുതി ഇട്ടുള്ളൂ കേട്ടോ. അടുത്തതിൽ പകുതി ഇടാം. ഇപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞേക്കട്ടെ. ഞാനിപ്പോൾ അതൊന്ന് മറിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരിപാടി തീർന്നു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഈ ഒരു പരിപാടി കഴിഞ്ഞു. ആദ്യത്തെ ഒരു ഇത്തിരി ഇതായിപ്പോയിട്ടോ. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു. ഇതിത്തിരി മുരിവ് കൂടിപ്പോയി. എണ്ണ ഇത്തിരി ചൂട് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല. ഇത് മാറ്റി വെച്ചു. ബാക്കി ഇത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അഴിച്ചു നോക്കാം കേട്ടോ. ഇതൊന്ന് അഴിച്ചു നോക്കാം. ഈ മാവ് സാധാരണ നമ്മുടെ ഈ ഭാഗത്ത് നിറച്ച് മാവുണ്ടാവൂലേ, അതില്ല. കണ്ടോ, ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പറാണ് മുറിച്ചിട്ട് എടുത്തത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ കണ്ടോ. ഇതിങ്ങനെ വെച്ചത് കൊണ്ടിട്ടാണ് ഇത് പക്ക ക്ലീനായി. ഓക്കെ, ഇത് ലൂസായിട്ട് എടുത്ത മാവ് ഇത് നമുക്ക് ബൂന്തിയായിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. അതിപ്പോൾ ഉണ്ടാക്കാം. ഇത് ഞാൻ ഇതേപോലത്തെ ഒരു അരിപ്പ ഇതിലാണ് കേട്ടോ എടുക്കുന്നത്. അടുത്തത് ഇത് ഞാൻ കുറേശ്ശേ ഇടുള്ളൂ കേട്ടോ. കാരണം എന്താ പറയാമോ, ഒരുമിച്ചിട്ടാലേ അതെല്ലാം കൂടി കൂട്ടി അത് എടുക്കാനായിട്ട് ഭയങ്കര പണിയായിരിക്കും. അതിപ്പോൾ അതൊന്ന് ഒരു 2-3 മിനിറ്റ് മതി. ഞാൻ ബൂന്തി അതെല്ലാം മാവെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഇതിനകത്തേക്ക് തന്നെ മിക്സ് ചെയ്യണേ. അതേ
കപ്പലണ്ടിയും വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇനിയുള്ളത് 1 കപ്പ് പൊട്ടുകടലയാണത്. ഇതാണ് ഞാനിനി അടുത്തത് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ ഈ അരിപ്പയിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്താണെന്നറിയാമോ, ചിലപ്പം ഇതേ പെട്ടെന്ന് എല്ലാം കൂടി അരിപ്പയിൽ കിട്ടിയെന്ന് വരില്ല, കരിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ ഇത് അധിക നേരത്തെ ആവശ്യമില്ല ഇതിനുകൊണ്ടാണ് ഞാനിത് ഇതിനകത്ത് തന്നെ ഇട്ടിട്ടും ഇളക്കുന്നത്. കുറച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഞാൻ 1 കപ്പ് ഇട്ടു. അപ്പോൾ ഞാനിത് ഒരു 2 മിനിറ്റ് വേണ്ട, ഞാനിതിങ്ങനെ ഇളക്കി ആകുമ്പോൾ കറക്റ്റായിട്ട് വരും. പൊട്ടുകടലയും വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായി. കാരണം അതിൻ്റെ അകത്തേക്ക് എണ്ണയ്ക്കകത്ത് ഇട്ടാലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇടുവാണേ. ഇത് നോർമൽ മറ്റേ തിന്നായിട്ടുള്ളതല്ല കേട്ടോ, തിക്കായിട്ടുള്ള അവലില്ലേ, അതാണിത്. ഇതൊരു 1/2 കപ്പ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനാണേ. ഇത് ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എടുത്തിടുന്നതാണ്. ഞാനത് ഇടുവാണേ. ഇതിൽ തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിലേ അത് പെട്ടെന്ന് പൊട്ടയ്ക്കും. അപ്പം ഇത് ആവലും ഞാനിത് വറുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇത് നമ്മുടെ തിന്നായിട്ടുള്ള നോർമൽ അവലല്ലേ, അതാണ്. അത് ഞാൻ കുറേശ്ശെ ഇടുന്ന കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് പൊന്തി വരുമല്ലോ, അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് വറുക്കാൻ പോവാണ്. ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അതേ കുറേശ്ശെ ഇടുവാണേ. അപ്പം തന്നെ ആയി കേട്ടോ. കണ്ടോ, എടുത്ത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സമയം. അപ്പോൾ ആ തിന്നായിട്ടുള്ള അവലും ഞാൻ വറുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇതായി പോകുന്നു. ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതി അല്ലേ. ഇത് കുറച്ച് വേപ്പിലയാണ്, പൊട്ടിത്തെറിക്കും, കഴുകിയതാണ്. നമ്മൾ ഈ വറുത്ത് വെച്ചില്ലേ മറ്റേ, ഇതൊന്ന് പൊടിക്കട്ടെ കേട്ടോ. അത് മാത്രം പൊടിച്ചാൽ മതിയല്ലോ, ബാക്കിയൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ തവിടുപൊടിയായി പോകും. ഓക്കെ, ഇതിനകത്തേക്കൊരു 1/2 ടീസ്പൂണാണ് കേട്ടോ കായം. ഞാനിതിനകത്തേക്കൊരു ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അത്രയും വേണ്ട, കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് വീഡിയോ വന്നില്ല ആ സമയത്ത്, അതുകൊണ്ടാണേ. ഒരു 1 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, 1 ടീസ്പൂൺ മുളക് പൊടി. ഒരു കുറച്ച് ഉപ്പൊന്ന് മീതെ വെതറിയേക്കാം, കുറച്ച് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, പതുക്കെ മിക്സ് ചെയ്യണം, എല്ലാം കൂടി പൊടിഞ്ഞ് ഒറ്റ കഷ്ണവും. അതെ, ഈ സാധനമൊന്നും പൊടിഞ്ഞിട്ടില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ. വെളുത്തുള്ളി കുറച്ച് കൂടുതലിട്ടാലും ടേസ്റ്റാണ് കേട്ടോ. നല്ല മുരിഞ്ഞ വെളുത്തുള്ളി ഇടയ്ക്ക് വായിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് നോക്കുന്നത്, ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ മൊത്തത്തിൽ.
നമ്മൾ അവലിനൊന്നും ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് മൊത്തത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി എരിവ്, ഒരു 1/2 ടീസ്പൂൺ. അത് നമ്മൾ ഇഷ്ടത്തിന് ഇട്ടാൽ മതി കേട്ടോ. പിള്ളേർക്കും കൂടി കഴിക്കാനുള്ളതാണെങ്കിൽ അധികം എരിവ് ഇടണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓക്കെ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.